ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AK ക്രിയേഷൻസ്. ഞാനിന്ന് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ TV വാങ്ങുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായി ഒരു റിമോട്ട് കിട്ടാറുണ്ട്. എന്നാൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായി റിമോട്ടൊന്നും അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ മൗസും കീബോർഡും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുകയാണ്. എൻ്റെ ഫോണിൽ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നത് കാണാം. ഇനി നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് ഇത്. ഇനി നമുക്ക് വേർഡിൽ ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്. ഇങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലും നമ്മുടെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റത്തിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്യുക എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരു റിമോട്ടായി യൂസ് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. യൂണിഫൈഡ് റിമോട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഇതിന് 4.5 റേറ്റിംഗ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാണ്. ഈ വിൻഡോ നമുക്ക് സ്കിപ്പ് ചെയ്യാം. എനേബിൾ വൈഫൈ ഓർ ബ്ലൂടൂത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, കണ്ടിന്യൂ അടിക്കുകയാണ്. ഇൻസ്റ്റാൾ സെർവർ എന്നൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഈ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. കണ്ടിന്യൂ എനിവേ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോ സെർവേഴ്സ് ആഡഡ് എന്നാണ് കാണുന്നത്. ഇതിൽ സെർവേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഏത് സിസ്റ്റത്തിനെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ സിസ്റ്റത്തിനെ ആഡ് ചെയ്യണം. ആ സിസ്റ്റത്തിനെ ഒരു സെർവർ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യാണ്. ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്ലൂടൂത്തും നമ്മുടെ സ്മാർട്ട് ഫോണിലെ ബ്ലൂടൂത്തും പെയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വൈഫൈ വഴിയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഏത് നെറ്റ്വർക്കിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ നെറ്റ്വർക്കിൽ തന്നെ നമ്മുടെ ഫോണും കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ നമുക്കൊരു സെർവർ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് കമ്പ്യൂട്ടറിലാണോ കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ അതേ നെറ്റ്വർക്കിലാണ് നമ്മുടെ ഫോണും കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റം കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു സെർവറായിട്ട് സെറ്റപ്പ് ചെയ്യുക എന്ന് നോക്കാം. ഈ സിസ്റ്റമാണ് ഞാൻ സെർവറായി യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. അതിനായി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ബ്രൗസറിൽ www.unifiedremote.com എന്ന് സെർച്ച് ചെയ്യുക. ഈ വിൻഡോയിലെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് യൂണിഫൈഡ് റിമോട്ട് ഫോർ വിൻഡോസ്. ഇതിലെ ലേറ്റസ്റ്റ് സെർവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ക്യാൻസൽ ചെയ്യാണ്. ഇതിൽ നമുക്ക് അതർ വെർഷൻസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിൻഡോസ്, macOS, ലിനക്സിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ, സെർവർ സെറ്റപ്പ്. ഇത് നമ്മൾ നോർമൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നമുക്ക് unifiedremote.com ഇൻസ്റ്റാൾ ആയത് കാണാം. ഇത് നമ്മളൊരു നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെർവർ സ്റ്റാർട്ടഡ് എന്ന് കാണാൻ പറ്റും. നോ കണക്ഷൻസ് എന്നാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ വേറെ മൊബൈൽ വെച്ചൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ മൊബൈലിലെ യൂണിഫൈഡ് റിമോട്ട് എന്ന ആപ്ലിക്കേഷനിലെ സെർവേഴ്സ് എന്ന ഓപ്ഷനിൽ ഈ സെർവർ ആഡ് ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കൺട്രോൾ ചെയ്യാമെന്നുള്ളത് ഇതിന്റെ പാർട്ട് 2 വീഡിയോയിൽ പറയുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.